എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ അമ്മ സംഘടനയ്ക്കുള്ളിൽ നടന്നത് എന്താണെന്ന് മീഡിയയ്ക്ക് മുന്നിൽ ആരും അങ്ങനെ വന്ന് പറഞ്ഞില്ല. അതിനുള്ളിൽ അവരൊക്കെ രാജിവെച്ചു, അങ്ങനെ ഇങ്ങനെ ഓരോരുത്തർ കുറെ ബാബുരാജ്, ജഗദീഷ് അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ പറയുന്നല്ലാതെ അതിൻ്റെ ഉള്ളിൽ നടന്നത് എന്താണെന്ന് അവർ പറയില്ല. അത് പറയാൻ നിയമമില്ല. അവരുടെ ബൈലോ പ്രകാരം അൻസിബ അത് ആ നിയമം തെറ്റിച്ച് ഇവരുടെ അടുത്ത് പരാതി കൊടുത്തിട്ട് ഇവർ അനങ്ങാത്തോണ്ടാണ് അൻസിബ അത് ചെയ്ത്. അന്നുണ്ടായ ആ പരാതി, അതായത് അൻസിബെ പല കാര്യത്തിൽ ടീനീറ്റോമും എല്ലാവരും ഉപദ്രവിച്ച കാര്യം അൻസിബ അവിടെ പരാതി കൊടുത്തിട്ട് അവരാരും കേട്ടപടി പോലും നടിച്ചില്ല. അത് കാരണമാണ് അൻസിബ മീഡിയയ്ക്ക് മുന്നിൽ വന്നത്. പക്ഷെ ഇവരുടെ ബൈലോ പ്രകാരമുള്ള നിയമം ബ്രിട്ടീഷ് നിയമം പോലെയാണ്, എന്തുണ്ടെങ്കിലും പുറത്തു പറയാൻ പാടില്ല. അത് പറഞ്ഞുകൊണ്ട് ഈ മീറ്റിങ്ങിന് അൻസിബയുടെ പേരിൽ നടപടി എടുക്കാനിരുന്ന ആൾക്കാരാണ്. പക്ഷെ സത്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ സത്യം പറയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഊർജ്ജം ഉണ്ടായിരിക്കും, ഒരു ശക്തി ഉണ്ടായിരിക്കും. എത്ര പേര് മുന്നിൽ നിന്നാലും അവരോട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു ശക്തി നമുക്ക് കിട്ടുന്നത് നമ്മുടെ സൈഡിൽ 100% ശക്തി സത്യമുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു ശക്തി കിട്ടും. ഇന്നലെ അവിടെ സംഭവിച്ചത് അതാണ്. പക്ഷെ ഇപ്പോഴും അതെല്ലാം തുറന്നു വന്ന് പത്രക്കാരോട് ഇവരാരും പറയത്തില്ല. പക്ഷെ മാലാ പാർവതിയോട് ആങ്കർ ചോദിക്കുന്നുണ്ട്, ആ നിയമത്തിനുള്ളിൽ നിന്നുകൊണ്ട് സംസാരിക്കാവുന്ന കാര്യം സംസാരിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. മാലാ പാർവതിക്കൊരു ആവേശം അങ്ങോട്ട് കയറിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. അതായത് അൻസിബയെ കുറിച്ചാണ് പറയുന്നത്. ഇത് കേട്ടപ്പോൾ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. പിന്നെ ഒരു ക്ഷമാപണം, ഞാനിപ്പോൾ തൊട്ട് മുന്നേ ഒരു വീഡിയോ ചെയ്യുന്ന ആ വീഡിയോ എനിക്ക് ഒരബദ്ധം പറ്റിയിട്ടുണ്ട്. കണ്ടവരോടായിട്ട് പറയാണ്. അതായത് ലക്ഷ്മിപ്രിയയുടെ പേര് പറയാൻ പോലും നീനാക്കുറുപ്പിന് ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് ഞാൻ തമ്പനയിൽ കൊടുത്തത്. പക്ഷെ ആ ഒരു ക്ലിപ്പ് എടുത്ത് വെക്കുന്നതിന് പകരം വേറൊരു ക്ലിപ്പ് എടുത്ത് വെച്ച്, അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി അത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ എടുത്ത ക്ലിപ്പാണ്. നീനാക്കുറുപ്പ് അത് പറയുന്നത് നീലക്കുയിലാണ് അതുള്ളത്. അപ്പൊ അതിന് പകരം ഞാൻ വേറെ ഒത്തിരിയും ക്ലിപ്പുകളുണ്ടല്ലോ നീനാക്കുറുപ്പൊക്കെ പറയുന്നത്, കർമ്മ എന്നുള്ള അതാണ് എടുത്തിട്ട്. പക്ഷെ അതല്ല, എനിക്ക് അവരുടെ പേര് പോലും പറയാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള രീതി പറയുന്നതായിരുന്നു ഇടേണ്ടത്. അപ്പൊ അതിലൊന്ന് ക്ഷമിച്ചേക്കണേ. കാണാത്തൊരു നീലക്കുയിൽ എടുത്തേണ്ടാ മതി. അപ്പൊ ഇപ്പൊ ഈ വാർത്തയൊന്ന് കേൾക്കുക. ശരിക്കും വാർത്തയിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മാലാപാർവതിയുടെ ഒരു ആവേശം, ഗണേശിനെയൊക്കെ അൻസിബ അങ്ങോട്ട് ആടിച്ചിരുത്തിയത് മാലാപാർവതി പറയുന്ന ഒന്ന് കേൾക്കുക. പ്രതീക്ഷിച്ചു. പക്ഷേ അവരൊക്കെ തന്നെയും രാജിവെച്ച് ഒഴിയേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുന്നു. അപ്പോൾ എന്താണ് ഇന്നലത്തെ യോഗത്തിൽ സംഭവിച്ചത്? പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാലാപാർവതിക്ക് പറയാം. എന്താണ് അവിടെ ഒരു പൊട്ടിത്തെറിയായി മാറിയിരിക്കുന്നത്? അപ്പോൾ ആ പൊട്ടിത്തെറി പുറത്തേക്കും വരാൻ പോകുന്നു. പക്ഷേ ശ്വേത മാധ്യമങ്ങളെ കാണും എന്നൊക്കെ അറിയാനാകുന്നുണ്ട് പറയുന്നു. പക്ഷേ അൻസിബ ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിന് അവർക്ക് മറുപടി ഉണ്ടായിരുന്നില്ല സ്മൃതി. ആദ്യം ആൾക്കാർ പറഞ്ഞപ്പോഴൊന്നും അല്ല, അമ്മയുടെ അംഗങ്ങൾ എല്ലാവരും മിണ്ടാതിരിക്കുകയും പകുതി പോലെ ഇങ്ങനെ എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയും ശ്രീ ഗണേഷ് കുമാർ വന്നിട്ട് ഇവർക്ക് സമയം കൊടുക്കണം, അവർക്ക് ഭരണപരിചയ കുറവാണ്, ഇവർക്ക് കുറച്ച് ദിവസം കൂടെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു. 45 ദിവസം വേണമെന്ന് ശ്വേത പറഞ്ഞപ്പോൾ അത് കൊടുക്കണമെന്ന് പറഞ്ഞു. എല്ലാവരും അത്തരത്തിലുള്ള അഭിപ്രായം എന്താ വേണ്ടത് എന്നുള്ളൊരു സംശയത്തിൽ ഭരണാംഗങ്ങൾ ഇരിക്കുമ്പോഴാണ് അൻസിബ കയറി കൃത്യമായി റിപ്പോർട്ടിൽ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളോടൊപ്പം വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ ചേർത്ത് തെളിവ് സഹിതം ഓരോ കാര്യമായിട്ട് പറഞ്ഞപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്വേതയ്ക്ക് പറയാനുണ്ടായിരുന്നത് ഞാനും എന്റെ ഭരണസമിതി റിസൈൻ ചെയ്യുന്നു എന്നാണ്. സാമ്പത്തിക വിഷയം ചോദിച്ചപ്പോഴാണ് അതിൽ സാമ്പത്തിക വിഷയം മാത്രമല്ല, സാമ്പത്തിക വിഷയമാണ് ആദ്യം നടന്ന ചർച്ച. അൻസിബ ചോദിച്ചതിൽ വളരെ കോംപ്രിഹെൻസീവായ ഒരുപാട് കാര്യങ്ങൾ, സ്വജനപക്ഷപാതം അടക്കം, പണം ധൂർത്തടിച്ചത്, ഇപ്പൊ കണക്ക് കാണിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിനകത്ത് അനാവശ്യമായി ഈസി അംഗീകരിക്കാതെ നടത്തിയ ചെലവുകൾ തുടങ്ങി അൻസിബ ഉയർത്തിക്കാട്ടിയ ഒരു ചോദ്യത്തിന് പോലും മറുപടി പറയാൻ പറ്റാതെയാണ് റിസൈൻ ചെയ്തത്. അപ്പം ഒരു സ്ത്രീപക്ഷം ഇല്ലാതായി എന്നല്ല പറയാം, ഒരു ശക്തമായ സ്ത്രീപക്ഷത്തെ അവിടെ കണ്ടു എന്നാണ് ഞാൻ പറയാം. നാളെ ഒരു പക്ഷേ ഒരു ജനറൽ സെക്രട്ടറി ആയിട്ട് അൻസിബയ്ക്ക് വരാം, അല്ലെങ്കിൽ ഒരു മന്ത്രിയായിട്ട് വരാം. അത്രയും ക്ലാരിറ്റിയോടെ, സ്പഷ്ടമായിട്ട്, സ്ഫുടമായിട്ട്, വ്യക്തതയോടെ, തെളിവ് സഹിതം 10-20 മിനിറ്റ് നടത്തിയ കുട്ടിയുടെ സംസാരത്തിന് മുമ്പിൽ പിൻ ഡ്രോപ്പ് സൈലൻസോടെ അമ്മ സംഘടനയിലെ അംഗങ്ങൾ ഇരുന്ന് മിണ്ടാതെ ഇരുന്ന് കേട്ടു. കയ്യടിയോടെ ആരവത്തോടെ ആ കുട്ടിയുടെ സംസാരത്തെ ഏറ്റുവാങ്ങി ആ കൊച്ചു പറഞ്ഞ കാര്യങ്ങൾ നടന്നു. അത്രയുമാണ് സംഭവിച്ചത്. അല്ലാതെ പറയുന്ന കാര്യങ്ങൾ ഈ പറയുന്ന ഭൂരിപക്ഷം ശ്വേതാ മേനോൻ വിഭാഗത്തിനെതിരായിരുന്നു, അല്ലെങ്കിൽ നിലവിലെ ഭരണസമിതിക്കെതിരായിരുന്നു അല്ലേ? ശ്വേത അവസാനം അനൂപ് ചന്ദ്രൻ, പൗലൻ തുളസിയും പിന്നെ വേറെ 2 പേരും കൂടെ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മുഴുവൻ പേരും അൻസിബ പറഞ്ഞതിൽ കൺവിൻസ്ഡ് ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൽ ശ്രീമതി മല്ലിക സുകുമാരൻ, നമ്മൾ ഏറ്റവും ബഹുമാനിക്കുന്നതാണ് മല്ലിക ചേച്ചി അവസാനം എഴുന്നേറ്റ് കണക്ക് നിങ്ങൾ കാണിക്കേണ്ടതായിരുന്നു ശ്വേത, കണക്ക് കിട്ടിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ശരി, അപ്പോൾ മൂന്നിന്റെ പേര് പറയുന്നു, നേരത്തെ കണക്കുകൾ പറയുന്നു. ഈ ഏകപക്ഷീയമായിട്ടാണോ തീരുമാനങ്ങൾ എടുത്തിരുന്നത്? ഇതിപ്പോ കുക്കു പരമേശ്വരന്റെ പേരുണ്ട്, അവർ കണക്ക് അവതരിപ്പിക്കുന്ന ഘട്ടത്തിലാണ് അവിടെ ഒരു ബഹളം ഉണ്ടായതെന്നാണ് ഞാൻ വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ ഇത് ഒരാൾക്ക് പറ്റിയ പിഴവ് എന്നാണോ, അതിൽ ചിലർ ചേർന്ന് നടത്തിയ പിഴവുകൾ എന്നാണോ, എങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്? അതായത് ഇവർ പറയാൻ ശ്രമിച്ചത്, ഇവരുടെ മുഴുവൻ കണക്കും ഇവർക്ക് കാണിക്കാൻ പറ്റാത്തത്, ശ്രീ ബാബുരാജിന്റെ സമയത്തെ കണക്കുകളിൽ വന്നിട്ടുള്ള പിഴവ്, അത് ഇവർക്ക് കൃത്യമായി കടലാസുകൾ കൈമാറാത്തത്, ഇവർക്ക് ബുക്സ് കൈമാറാത്തത് ആണ് ഒരു പ്രശ്നമായിട്ട് അവിടെ ഉയർത്തി കാട്ടിയത്. അപ്പോൾ ഉണ്ടായ ഒരു ചോദ്യം, ബാബുരാജിനെ വിളിച്ചു വരുത്താൻ നോട്ടീസ് കൊടുത്തോ? ഇവർ കണക്ക് കൊടുത്തില്ല. അപ്പോൾ അപ്പു എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടായിരുന്നു, പയ്യന് ശമ്പളം കൊടുക്കാത്തതുകൊണ്ട് ആ പയ്യൻ ചിലപ്പോൾ പേപ്പറുകൾ കൊടുത്തു കാണില്ല. അപ്പോൾ ബാബുരാജിനെ വിളിച്ചു വരുത്തി ഇത് കൃത്യമായി ചോദിച്ചോ, നോട്ടീസ് കൊടുത്തോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല. അവർ ബാബുരാജിനോട് ചോദിച്ചിട്ടില്ല കണക്കുകൾ. മനസ്സിലായോ?
അപ്പോൾ ബാബുരാജ് അത് എതിർത്തു. അയാൾ ഒന്നാമത് അദ്ദേഹത്തിന് കണക്ക് കാണിക്കേണ്ട കാര്യമില്ല, പുള്ളി അഡ്ഹോക് കമ്മിറ്റിയാണ്. സിദ്ദിഖ് സാർ ഫുൾ കണക്ക് കൊടുത്തിട്ടാണ് പോയത്, പിന്നെ തെരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയാണ് മുഴുവൻ ശരിയാക്കേണ്ടത്. അപ്പോൾ ഇവർ ബാബുരാജിന്റെ പീരീഡിലുള്ള കണക്ക് ചോദിക്കാനായിട്ട് നിങ്ങൾ എന്ത് നടപടി എടുത്തു ചോദിച്ചപ്പോൾ അതിന് ഉത്തരവില്ല. അപ്പോൾ പറഞ്ഞു ഓഡിറ്റഡ് കണക്കാണ് ഞങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ ഓഡിറ്റർ ശ്രീ രഞ്ജിത്ത് വന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഓഡിറ്റഡ് റിപ്പോർട്ടാണെന്ന്. പിന്നെയും ആവർത്തിച്ച് ശ്വേത പറഞ്ഞുകൊണ്ടിരുന്ന ഓഡിറ്റഡ് റിപ്പോർട്ടാണെന്ന്. പക്ഷേ അദ്ദേഹം വന്ന് പറഞ്ഞു ഇല്ല, എനിക്കത് അങ്ങനെ പറയാൻ പറ്റത്തില്ല, ലൂപ്പ് ഹോൾസ് ഉണ്ട്. ക്വാളിഫൈഡ് റിപ്പോർട്ട്, അതായത് ക്വറികളോടൊപ്പം കൊടുത്ത ഒരു റിപ്പോർട്ട് മാത്രമാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഇസ് എ ക്വാളിഫൈഡ് ഓഡിറ്റ് റിപ്പോർട്ട്, നോട്ട് എ റിയൽ ഓഡിറ്റ് റിപ്പോർട്ട്. ട്രഷറർ കൈയൊഴിഞ്ഞു, ഞാൻ ഈ കണക്ക് ഒപ്പിട്ടില്ല, എൻ്റെ കയ്യിലല്ല, എന്നെ 3 മാസം മുമ്പ് നിർബന്ധിത രാജിവെച്ച് പോകാൻ പറഞ്ഞതാണ്, എന്നെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞ് അയാൾ ഒപ്പിടും. അപ്പോൾ ട്രഷറർ അംഗീകരിക്കാത്ത, ഓഡിറ്റർ അംഗീകരിക്കാത്ത ഒരു കാര്യം അംഗീകരിക്കാൻ എല്ലാവരും ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു വലിയ വിഭാഗം സ്ത്രീകൾ ശ്വേതയോടൊപ്പം ആദ്യം ഉണ്ടായിരുന്നു. ആരും ശ്വേത പറയുന്നത് കേൾക്കട്ടെ, എന്താണ് പറയാനുള്ളത് എന്ന് പറഞ്ഞു തന്നെയാണ്. ലക്ഷ്മിപ്രിയയ്ക്ക് എതിർപ്പുണ്ടായിരുന്നു, ശരിയാണ്. പക്ഷേ ശ്വേതയോടൊപ്പം തന്നെയാണ് ആൾക്കാർ നിന്നിരുന്നത്. കുക്കുവിന് എതിർപ്പുണ്ടായിരുന്നു, ശ്വേതയോടൊപ്പം ആയിരുന്നു ആൾക്കാർ. പക്ഷേ അൻസിബ പറഞ്ഞ കാര്യങ്ങൾ വന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ഒരു അക്ഷരം തിരിച്ചു പറയാനാവാതെ എല്ലാ കാര്യങ്ങളും കൺവിൻസ്ഡ് ആക്കാൻ ആ കുട്ടിക്ക് സാധിച്ചു. ഇന്നലത്തെ യോഗത്തിൽ അൻസിബയ്ക്കെതിരെ നടപടിയെടുക്കാനുള്ള ആലോചന കൂടി ഉണ്ടായിരുന്നല്ലോ. അതൊരു ആലോചനയായിട്ട് തന്നെ ഇരിക്കത്തേ ഉള്ളൂ. ആ കുട്ടി അത് ഇനി എവിടെ എത്താൻ പോകുന്നതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തൊരു സത്യമുള്ള കൊച്ചെന്നേ, വന്ന് നിന്ന് അങ്ങോട്ട് ആർജവത്തോടെ അങ്ങോട്ട് ശരി പറയുമ്പോൾ ഉണ്ടാവുന്ന നമുക്ക് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്, നമുക്ക് കിട്ടുന്ന ഒരു ഗൂസ് ബംസ് ഉണ്ട്. അത് ഇന്നലെ അനുഭവിക്കാൻ സാധിച്ചു സ്മൃതി. ഗണേഷ് കുമാറുണ്ട്. ഗണേഷ് കുമാർ ഏറ്റവും കൂടുതൽ ശ്വേതയ്ക്ക് വേണ്ടി സംസാരിച്ച ആളാണല്ലോ, ഏറ്റവും കൂടുതൽ സംസാരിച്ചു, ഒരുപാട് നേരം സംസാരിച്ചത്. ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, സ്ത്രീകളുടെ കമ്മിറ്റിയാണ്, അവർക്ക് ഭരണപിഴവുണ്ടാവും. അത് ഓൾമോസ്റ്റ് ആൾക്കാർ സീരിയസ് ആയിട്ട് എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് അൻസിബ വളരെ ശക്തമായും കാണും. ഒരാൾക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിൽ ആ കുട്ടി സംസാരിച്ചു. അപ്പൊ ഇത് കേട്ടല്ലോ, ഇതിന്റെ അകത്ത് പറയുന്ന കേട്ടോ, ഗണേഷ് കുമാർ കുറെ അധികം സമയം സേതാമേനോനെ രക്ഷിച്ചെടുക്കാൻ വേണ്ടി കടന്ന് പരിശ്രമിച്ചു. ഗണേഷ് കുമാർ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിൽ പയറ്റി തെളിഞ്ഞു, ഇത്ര കാലം കൊണ്ട് സിനിമയിൽ പയറ്റി തെളിഞ്ഞു. പിന്നെ അദ്ദേഹത്തിന്റെ പിതാവാണെങ്കിലും രാഷ്ട്രീയത്തിൽ. അപ്പം ഒരുമാതിരി ഈ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത എക്സ്പീരിയൻസ് ഉള്ള മനുഷ്യനാണ്. ആ മനുഷ്യന്റെ മുന്നിൽ അൻസിബ എന്താണ്, വെറിയൊരു ചെറിയൊരു പെൺകുട്ടി. പക്ഷെ ആ കുട്ടി അയാളുടെ ഗണേഷ് കുമാറിന്റെ അദ്ദേഹത്തിന്റെ വാ പോലും മൂടിക്കെട്ടാനുള്ള ഒരു പവർ ഈ അൻസിബയ്ക്ക് പറഞ്ഞാൽ അൻസിബയുടെ ഭാഗത്ത് സത്യമുള്ളത് കൊണ്ട് ആ സത്യത്തിന്റെ ഒരു ശക്തിയാണ് ആ കുട്ടി അവിടെ കാണിച്ചത്. മാലാപാർവതി പറയുന്ന കേട്ടോ, ആ കുട്ടി നാളെ ഒരിക്കൽ മന്ത്രിയാവാൻ വേണമെങ്കിൽ, അതായത് 1 by 1 ആയിട്ട് ക്രമപ്പെടുത്തി എന്താണ് നമ്മൾ പറയേണ്ടത്, വസ്തുനിഷ്ഠമായിട്ടോ അങ്ങനെയൊക്കെ സംസാരിച്ച് കേൾക്കുന്നവർക്ക് ആ കുട്ടിയുടെ ഭാഗമാണ് 100% ശരി എന്ന് തോന്നുന്ന രീതിയിൽ ആ കുട്ടിക്ക് കാര്യം അവതരിപ്പിക്കാൻ സാധിച്ചു. അതതിന്റെ ഭാഗത്ത് സത്യമുള്ളതുകൊണ്ടായിരിക്കും. മറുസൈഡിൽ മറ്റൊരു കാര്യം കേട്ടോ, ഇത് തുടങ്ങുന്ന സമയത്ത് ശ്വേതയുടെ കൂടെ ആൾക്കാരെല്ലാം അണിനിരുന്നു, സ്ത്രീകളൊക്കെ. അവരൊക്കെ അൻസിബയുടെ പ്രസംഗം കഴിഞ്ഞപ്പോഴത്തേക്കിന് അൻസിബയുടെ കൂടെയായി. ഇതിന്റെ അകത്ത് ഇനി പറയാനാണ്, നേരത്തെ അൻസിബ ഒന്ന് മീഡിയയ്ക്ക് മുന്നേ ഇത് പറഞ്ഞപ്പോൾ തന്നെ നിയമം തെറ്റിച്ചെന്നും പറഞ്ഞൊക്കെ തുടങ്ങി. പക്ഷെ എന്നാൽ അന്ന് തൊട്ട് ഇന്ന് വരെ സോഷ്യൽ മീഡിയയിൽ ഇത് കണ്ട് ഈ വാർത്ത ഫോളോ അപ്പ് ചെയ്യുന്ന ജനങ്ങളും യൂട്യൂബേഴ്സും അൻസിബയുടെ കൂടെയാണ്. കേട്ടപ്പോൾ നമുക്കൊക്കെ തോന്നിയ അൻസിബയുടെ ഭാഗത്താണ് ശരി. ബാക്കിയൊക്കെ ഒരു ബുഷ എന്ന് പറയുന്ന രീതിക്ക് എന്തൊക്കെയോ വേഷം കിട്ടി. ഇതിന്റെ ഇടയ്ക്ക് എപ്പോഴും ഞാൻ നോക്കുമ്പോൾ സേതാമേനോൻ വളരെ സ്റ്റൈലിൽ ഈ കത്തിക്കേറി നിൽക്കുന്ന വിഷയത്തിൽ വളരെ സ്റ്റൈലിൽ ഒരു ദിവസം വരുന്നതുണ്ട്. എപ്പോഴും ഒരു മുണ്ടും ഷർട്ടും ഒക്കെ ഇട്ട്, ആണുങ്ങൾ എടുക്കുന്ന മുണ്ടും കൊണ്ടുപോയി സ്ത്രീകൾ എന്നും പറഞ്ഞ് കമന്റ് ബോക്സിലൊക്കെ ഉണ്ട്. പുള്ളിക്കാരത്തി അപ്പൊ ഇതൊക്കെ ഇത്ര ഒരു അൻസിബ അവിടെ അനുഭവിക്കുന്ന മാനസിക വിഷമോ അല്ലെ അൻസിബയുടെ വീട്ടുകാരെ കൊണ്ടുവരെ അവിടെ പരദൂഷണം പറയുന്നുണ്ട് രണ്ടാനച്ചനായിട്ട്. ആ കുട്ടിയപ്പോ അനുഭവിക്കുന്ന മനോവിഷമങ്ങളൊന്നും ഇവർക്കൊന്നും ഒന്നും അല്ല ഇവർക്ക്. അതാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. സ്ത്രീകളാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതുപോലെ അതിജീവിതയുടെ കാര്യത്തിലൊന്നും ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ മറ്റൊരു കാര്യം, വെണ്ണല മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് 75 ലക്ഷം രൂപ ഇവര് മേടിച്ച്, അത് നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞിട്ടുള്ള കാര്യം. ആരും ഒന്നും കേട്ടപടി പോലും നടിക്കുന്നില്ല. ആ കേസൊക്കെ അന്വേഷിക്കണ്ടേ? മറുനാടനൊക്കെ പറഞ്ഞ പോലെ കള്ളപ്പണം വെളുപ്പിക്കാനാണ്. 75 ലക്ഷം മാത്രമല്ല, അത് വൻ തുകയാണെന്നും ഒരു സൈഡിൽ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ആരും മിണ്ടുകയില്ല കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടുകയില്ല. അതാണ് ഇതൊക്കെ വലിയവന്മാരുടെ പരിപാടി പോലെയാണ് നടക്കുന്നത്. നമ്മളാരും ഇവിടെ കിടന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. പക്ഷെ എന്താണെങ്കിലും ഞാനിപ്പോ ഈ വീഡിയോ നിങ്ങളോട് ഇത് ഷെയർ ചെയ്ത് ഒറ്റയാൻ പട്ടാളം പോലെ ഇത്രയും വലിയ വൻ ശക്തികളുടെ മുന്നിൽ അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. സപ്പോർട്ടിനാള്, ആ സൈഡിൽ നിന്നാള്, ഈ സൈഡിൽ നിന്നാള്, എല്ലായിടത്തുനിന്നും ആൾക്കാരുള്ളവരാണല്ലോ ഇവരെല്ലാവരും. അവരോട് ഒറ്റയാൻ പട്ടാളം പോലെ നിന്ന് പൊരുതി വിജയിച്ച് അൻസിബ എങ്ങനെ ആ കുട്ടിയെ അഭിനന്ദിച്ചാലെന്നറിയില്ല. ആ കുട്ടിയുടെ പ്രസംഗം കേട്ടിട്ട് മാലാപാർവതിക്ക് രോമാഞ്ചം വന്ന രീതിയിലാണ് പുള്ളിക്കാരത്തി ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അതാണ് ഞാനിത് ഷെയർ ചെയ്യാൻ. എല്ലാവർക്കും മാതൃകയാക്കാം. അൻസിബയിൽ പെൺകരുത്തെന്ന് പറയുന്ന ഇതാണ്. ശരിക്കും ആ കുട്ടി ബിഗ് ബോസിലാണെങ്കിലും അധികം സംസാരിക്കില്ലെങ്കിലും ആവശ്യത്തിനൊക്കെ സംസാരിക്കുള്ളൂ. ബിഗ് ബോസിൽ നമ്മളെ വെറുപ്പിക്കാതെ ഇറങ്ങി പോകുന്നതാണ്. അതെന്ന് വെച്ചാൽ മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറയുന്ന പോലെ ഒരു രീതിക്കാരിയാണ് അൻസിബ. നോക്കിയും കണ്ടുമൊക്കെ നിൽക്കും. വളരെ മിടുക്കിയാണെന്ന് തന്നെ പറയാം. സത്യം അതിന്റെ ഭാഗത്തുള്ളതുകൊണ്ട് അതിന്റെ ഒരു കരുത്ത് വേറെയാണ്, സത്യത്തിന്റെ ഒരു കരുത്ത് വേറെയാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.